തനിക്ക് പിഴവുകൾ സംഭവിച്ചു എന്ന് സനൂഷ. തനിക്ക് ചെറിയ പിഴവുകൾ സംഭവിച്ചുവെന്നും എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നും സനൂഷ. ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സനൂഷ ഇങ്ങനെ പറഞ്ഞത്. ദിലീപേട്ടൻ്റെ സിനിമ ഏത് ഹീറോയിനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എൻട്രി തന്നെയായിരുന്നു. അതിനുശേഷം പഠനവും മറ്റുമൊക്കെയായി കുറച്ചൊന്നും കരിയറിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെന്നും ബാലതാരത്തിൽ നിന്നും നായികയിലേക്ക് ഉയർന്ന സനൂഷ പറയുന്നു. വർഷത്തിൽ ഒന്നാണെങ്കിൽ കൂടി കുറച്ച് നല്ല ക്യാരക്ടറുകൾ ചെയ്യണം. വളരെ സൂക്ഷിച്ച് ഇനി സിനിമകൾ തിരഞ്ഞെടുക്കും. എന്നിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്ന പലരുമുണ്ട്. അവരെ നിരാശപ്പെടുത്താൻ പറ്റില്ല. സനൂഷയുടെ തിരിച്ചറിവുകളാണിത്. ബാലതാരത്തിൽ നിന്നും നായികയിലേക്കുള്ള സനൂഷയുടെ വളർച്ച വളരെ പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു. കാവ്യമാധവന് ശേഷം മലയാള സിനിമ ഉത്തിറങ്ങിയ ഒരു നായികയാണ് സനൂഷയിൽ പലരും കണ്ടത്. പക്ഷേ ആദ്യ സിനിമകൾ പ്രതീക്ഷിച്ച ചലനം സൃഷ്ടിക്കാനായില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തമിഴിൽ ആദ്യം സനൂഷ നായികയാവുന്നത്. +2 പഠിക്കുമ്പോൾ മലയാളത്തിലെ ആദ്യ നായികാവേഷം, അതും ജനപ്രിയ നായകൻ ദിലീപിന്റെ നായികയായി. ഇപ്പോൾ കണ്ണൂരിൽ SN കോളേജിൽ BCom 3ാം വർഷം പഠിക്കുന്നു. പ്രേമിക്കണം എന്നൊന്നും എനിക്കില്ല. കോളേജിലെ പലരും ചേട്ടന്മാരാണ് എനിക്ക്. അച്ഛനും അമ്മയും ഇതിനൊക്കെ ഫ്രീഡം തന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊന്നും ത്രില്ലില്ല. പിന്നെ ആരെങ്കിലും പ്രേമിക്കാൻ വന്നാൽ തന്നെ ഞാനൊരു സിനിമാ നടി ആയതുകൊണ്ട് വന്നതാണോ അതോ എന്നെ ഇഷ്ടമായതുകൊണ്ടാണോ എന്ന് സംശയമാണ്. അതുകൊണ്ട് തന്നെ അതിനൊന്നും നിൽക്കാനില്ല. നായികയായി മാത്രം അഭിനയിക്കണം എന്നില്ല. ചെയ്യുന്ന ക്യാരക്ടറുകൾ ഒരു ഐഡന്റിറ്റി നൽകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. സക്കറിയുടെ ഗർഭിണികൾ അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്ന മിലിയും അങ്ങനെ തന്നെയാണെന്നും താരം പറയുന്നു. ബാലതാരമായിരിക്കുമ്പോൾ തന്നെ മലയാളത്തിലെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ ഓർമ്മ. അതുകൊണ്ട് തന്നെ ലൊക്കേഷനിൽ എല്ലാവരുടെയും പെറ്റാണ്. ലൊക്കേഷനിൽ ഇപ്പോഴും കുട്ടിക്കളിയാണെന്നും സനൂഷ പറയുന്നു. ഇതുവരെ ഗോസിപ്പുകളൊന്നും വന്നിട്ടില്ല. എന്നെ വളർത്തിയത് ഈ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ കാര്യം വന്നാലും എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഇതിലൂടെ വളർന്നുകൊണ്ട് അങ്ങനെ ആരും ഗോസിപ്പ് പറയുമെന്നും തോന്നുന്നില്ല. പിന്നെ കുറച്ചൊക്കെ നല്ല കുട്ടിയാണ് ഞാൻ. അച്ഛനും അമ്മയും അനുജനും ഞാനും കൂടിയാണ് എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത്. ഞാനാണ് ഫോണിൽ കൂടി കഥ കേൾക്കുന്നതെങ്കിൽ അവരുമായി ഡിസ്കസ് ചെയ്യും. അനിയനാണ് പലപ്പോഴും കറക്റ്റായ തീരുമാനം പറയുന്നത്. സക്കറി എടുക്കാൻ പറഞ്ഞത് അവനാണ്. വലിയൊരു നടന്റെ അനിയത്തിയായ ഓഫർ വന്നപ്പോൾ അനിയത്തിയായി വേണ്ട നായികയായി ചെയ്താൽ മതി എന്ന് പറഞ്ഞതും അവനാണ്. വ്യക്തമായ തിരിച്ചറിവുകളിലൂടെ സനൂഷ ഫീൽഡിൽ സജീവമാവുകയാണ്. നല്ല കഥാപാത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നായിക നിരയിൽ തന്റേതായ സ്ഥാനം നേടാനുള്ള ശ്രമത്തിലാണ് ഈ കണ്ണൂർക്കാരി. ഒപ്പം അനുജൻ സനൂപും മലയാള സിനിമയിൽ പോപ്പുലറായതിന്റെ സന്തോഷവും. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിക്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.